മണികളെ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചായക്ക് ഇരിക്കുന്ന ചക്കര ചോറ് ഉണ്ടാക്കാൻ ഒരു പൂതി കേട്ടോ. അപ്പോൾ ഒരു ദിവസം ജ്യേഷ്ഠത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു നോക്ക് ചക്കര ചോറാണെന്ന് കേട്ടോ. അപ്പോൾ അന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കര ചോറ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമുക്ക് ചക്കര ചോറിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ 2 ഗ്ലാസ് അരി കഴുകിയെടുത്തിരുന്നു. ഇനി നമുക്ക് വേണ്ട കുഞ്ഞുള്ളി, ശർക്കര, തേങ്ങ. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. കുഞ്ഞുള്ളി, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, ഏലക്കായ കേട്ടോ. പിന്നെ 2 ഗ്ലാസ് അരി കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി അളന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ശർക്കര 3 ശർക്കര കേട്ടോ. 3 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വേണം കേട്ടോ. ഉലുവ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളി, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിനകത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 2 വിസിൽ കൊടുത്താൽ നമ്മൾ ചക്കര ചോറിന് സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്കര ചോറിനുള്ള എല്ലാം കൂടെ നമ്മൾ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കര ഇട്ടതാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിടുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചക്കര ചോറ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 2 വിസിൽ കൊടുത്തെടുക്കാം. അപ്പം ഞാൻ പൂളുണ്ട് അവിടെ കേട്ടോ. പൂളുണ്ട്, കുമ്പളങ്ങുണ്ട്. അതിലൊക്കെ ഇടാൻ നല്ലത് വെന്നഞ്ഞാണ് കേട്ടോ. ഇറച്ചിനെക്കാട്ടിലും നല്ലത് വെന്നഞ്ഞാണ്. അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് നല്ല എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ കുമ്പളങ്ങയും ഇതും കൂടെ ഇറച്ചിയും കൂടെ വെക്കാം കേട്ടോ. പിന്നെ കുറച്ച് മാറ്റിയേക്കണം. കുറച്ച് പൂളിയും ഇതും കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി എല്ലാമാണ്. ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ. ഇതിന് ഇറച്ചിയോട് കൂടിയ എല്ലാമാണ്. ഇതിനാണ് വെന്നഞ്ഞി എന്ന് പറയുക കേട്ടോ. നമ്മുടെ കുമ്പളങ്ങി ഇറച്ചി വെക്കാനുള്ള ഇറച്ചിയുടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി കേട്ടോ എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഉള്ളിയും ജീരകവും, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം കൂടെ അരച്ചതാണ്. ഇഞ്ചിയും കൂടെ കൂട്ടി അരച്ചതാണ്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുത്ത് കണ്ട ഈ ഒരു പരുവാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി ഇത് നല്ലോണം കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ ഇട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ അത് മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുത്തി എടുക്കണം. ചക്കര ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം അത് നമ്മുടെ ചക്കര ചോറ് വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മളെ ചക്കര ചോറ് വിളമ്പട്ടോ. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ വിളമ്പിയിട്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല മണ്ണുണ്ട്. ചെറിയുള്ളിൻ്റെയും ആ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ഒരു മണ്ണുണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ കൂടെ ബീഫ് വരട്ടിയതുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ബീഫ് വരട്ടിയതും ചക്കരച്ചോറും. അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചി ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടോ. വെന്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കുമ്പളങ്ങ നമ്മൾ ഇറച്ചിയിലിടുന്ന സമയത്ത് ഇത്ര വലിയ കഷ്ണങ്ങളാക്കി ഇടണം കേട്ടോ. അല്ലെങ്കിൽ കുമ്പളങ്ങ ഉടഞ്ഞ് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് കുമ്പളങ്ങ വെന്ത് വരട്ടെ.
നമ്മളെ ഇറച്ചിയും കുമ്പളങ്ങയും വെന്തു. ഞാൻ കുമ്പളങ്ങക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് തേങ്ങ അരച്ച് ഒഴിക്കണം. മഞ്ഞളും മുളകും പുളിയും ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചതായിരുന്നു. കുഞ്ഞുള്ളിയും തേങ്ങയും പച്ചമുളകും ചെറുള്ളിയും കൂടെ അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ശർക്കര ചോറിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താണ് ഇറച്ചിയും കുമ്പളങ്ങയും വെച്ചു. പിന്നെ നമ്മൾ കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിട്ടോ. പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു കറിയിൽ. അപ്പോൾ നമ്മൾ കറി കേട്ടോ തേങ്ങയ്ക്ക് ഒഴിച്ചോടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ തന്നെയുള്ളൂ. രാവിലെ മുറ്റടിച്ചു കുമ്പളങ്ങ ഇറച്ചിയും കറി വെച്ചു, കറി ഉണ്ടാക്കി, ശർക്കര ചോറുണ്ടാക്കി, അങ്ങനെയൊക്കെ കൂടെ ചെയ്തിട്ടോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു, കറി വെക്കാനൊക്കെ ആയി, കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മുടെ കുമ്പളങ്ങയും ഇറച്ചിയൊക്കെ ചോറെടുക്കുന്നുണ്ട്. ചോറ് കൊണ്ട് കോരിയിട്ടും കിട്ടുന്നില്ല ഗായ്സ്. സൂപ്പർ കോമ്പിനേഷനാണ്. ചെറുപയർ ഉപ്പേരി എടുത്തോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊന്ന് കൊണ്ടുവരാൻ വരണം കരുതി. ഞാൻ വന്നത് എടുത്താ ഇറച്ചിയും കുമ്പളങ്ങ, ചക്കക്കുരും കയ്പങ്ങ, കുമ്പളങ്ങ കറി, ചെറുപയർ, മോര് കാച്ചിയത്. ഓക്കെ.